പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് നാളെ മുതൽ തുടക്കമാകും. 8 ദിവസങ്ങളിൽ 5 രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഘാന, ട്രിനിഡാഡ് ടുബാഗോ, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. 10 വർഷത്തിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത്. ഘാനയിലേക്കാണ് ആദ്യ സന്ദർശനം. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിൽ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 3-4 തീയതികളിലാണ് ട്രിനിഡാഡ് ടുബാഗോ സന്ദർശനം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സന്ദർശനം. 4 മുതൽ 5 വരെയാണ് അർജന്റീന സന്ദർശിക്കുന്നത്. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, പുനരുപയോഗിക്കുന്ന ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തും. നിലവിലുള്ള സഹകരണം അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 5 മുതൽ 8 വരെയാണ് ബ്രസീൽ സന്ദർശിക്കുന്നത്. 6-7 തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായ 9-ന് നമീബിയ സന്ദർശിക്കും. മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണ്. നമീബിയ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യും. പ്രധാനമായ ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.